പൗരത്വം രജിസ്റ്റർ ചെയ്യുന്നതിനായി പ്രത്യേക പോർട്ടൽ സജ്ജമാക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിക്കുന്നത്. നോബൽ മാരിക്കാരൻ നൽകുന്നു വിവരങ്ങൾ. നോബൽ, തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള കേന്ദ്ര സർക്കാരിന്റെ നിർണായക നീക്കം എന്ന് തന്നെ നമ്മൾ വിലയിരുത്തണം. CAA വിജ്ഞാപനം ഇറങ്ങിയിരിക്കുന്നു. പൗരത്വ ഭേദ നിയമവുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം കേന്ദ്ര സർക്കാർ ഇറക്കിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളുടെ ഉൾപ്പെടെ വിജ്ഞാപനമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത്. ഇത് സൂചിപ്പിച്ചതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് ഇത്തരത്തിൽ ഒരു നിർണായക നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാക്കി നടപടിക്രമങ്ങൾ, പ്രത്യേകിച്ച് പോർട്ടൽ ഉൾപ്പെടെ ഉണ്ട് എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. വിശദാംശങ്ങൾ അല്പം കൂടി ലഭിക്കാനുണ്ട്. എന്താണെങ്കിലും പൗരത്വ ഭേദഗതി നിയമം അതുമായി ബന്ധപ്പെട്ട നടപടികൾ നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ വിജ്ഞാപനം പുറത്തിറങ്ങുമെന്ന്, ചട്ടങ്ങൾ പുറത്തിറക്കുമെന്ന് അതിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു. CAA ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തുകൊണ്ടുള്ള തീരുമാനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ കേന്ദ്രം ഇപ്പോൾ നടത്തിയിരിക്കുകയാണ്. അത്തരത്തിൽ ഒരു നിർണായക നീക്കമാണ് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ എത്തിലേക്ക് കേന്ദ്രം നടത്തിയിരിക്കുന്നത്. 2016 ആദ്യമായി ഇതുമായി ബന്ധപ്പെട്ട ബില്ല് എത്തുന്നത്. എന്നാൽ ആ 16 ഈ ബില്ല് ലോക്സഭ പാസാക്കിയെങ്കിൽ രാജ്യസഭ കടന്നിരുന്നില്ല. പിന്നീട് 2019 ഡിസംബർ 10 ലോക്സഭയിൽ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട CAA ബന്ധപ്പെട്ട ബിൽ പാസാക്കി. തൊട്ടടുത്ത ദിവസം ഡിസംബർ 11 രാജ്യസഭയും പാസാക്കുകയും അതിനടുത്ത ദിവസം ഡിസംബർ 22 2019 ഡിസംബർ 12 രാഷ്ട്രപതി ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു. CAA അത്തരത്തിൽ നിയമമായെങ്കിൽ പോലും അതിന്റെ ചട്ടങ്ങൾ ഉൾപ്പെടെ രൂപീകരിക്കാൻ ഏറെക്കുറെ 5 വർഷ സമയമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് ആവശ്യമായി വന്നത്. പക്ഷേ ആദ്യഘട്ടത്തിൽ ഇത് നിയമമായതിന് പിന്നാലെയൊക്കെ വലിയ പ്രതിഷേധം രാജ്യത്ത് ഉടനീളം ഉണ്ടാകുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടു. അത്തരത്തിൽ വലിയ പ്രതിഷേധത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിക്കുകയും ചെയ്തത്. പ്രധാനമായും ഈ മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നൽകുന്നതിനെതിരെ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള പാർട്ടികൾ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. അത്തരത്തിൽ വലിയ പ്രതിസന്ധികൾ ഉൾപ്പെടെ വിമർശനങ്ങളും പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അതിന് പിന്നാലെ ഈ പ്രത്യേകിച്ച് പലർക്കും ഈ ദില്ലി അടക്കമുള്ള പലയിടങ്ങളിൽ പലർക്കും ജീവൻ ഉൾപ്പെടെ നഷ്ടപ്പെടുന്ന അത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. എന്താണെങ്കിലും അവരെല്ലാം തരണം ചെയ്തുകൊണ്ട് ഇപ്പോൾ എന്താണെങ്കിലും കേന്ദ്ര സർക്കാർ ഈ വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നു. പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട സുപ്രധാന നീക്കമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഈ ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. വിനീത, നോബൽ, നമുക്കറിയാം, നോബൽ സൂചിപ്പിച്ചതുപോലെ വലിയ പ്രതിഷേധങ്ങളാണ് കണ്ടത്. പ്രത്യേകിച്ച് പൗരത്വം നിശ്ചയിക്കാനുള്ള മാനദണ്ഡം മതത്തെ അടിസ്ഥാനമാക്കി ആകരുത്, മുസ്ലിം വിഭാഗങ്ങൾക്ക് വിവേചനപരമായി മുസ്ലിം വിഭാഗങ്ങളെ അവരെ ഒഴിവാക്കി എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഉണ്ടായതാണ്. നമുക്കറിയാം ഷഹീൻ ബാഗിലും അസമിലുമൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ കാണുകയും ചെയ്തതാണ്. ഏതൊക്കെ വിഭാഗങ്ങളെ ആയിരിക്കും ഇതിൽ ഉൾപ്പെടുത്തുക? ആർക്കൊക്കെ ആയിരിക്കും ഇതിന്റെ ഗുണഫലം ലഭിക്കുക? റൈറ്റ്. അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ അവിടെ നിന്നും 2014 ഡിസംബർ 31 മുൻപായി ഇന്ത്യയിലേക്ക് വന്ന ഹിന്ദു, സിഖ്, ജെയിൻ, പാർസി, ബുദ്ധ, ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് പൗരത്വം അനുവദിക്കുന്നതിനായാണ് ഈ ബില്ല് ശുപാർശ ചെയ്തിരുന്നത്. അതാണിപ്പോൾ നിയമമായി പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. നോബൽ, വലിയ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ പ്രഖ്യാപനം നടപ്പാക്കുന്നു കേന്ദ്ര സർക്കാർ, BJP സർക്കാർ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ്. എന്താണ് മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെ ഉൾപ്പെടെ പ്രതികരണം? നേരത്തെ നമ്മൾ വലിയ രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾ കണ്ടതാണല്ലോ. ഭാഗത്ത് നിന്ന് വലിയ പ്രതികരണങ്ങൾ ഈ ഘട്ടത്തിൽ എത്തിയിട്ടില്ല. പ്രധാനമായും ഇതിൽ ഇപ്പോൾ ഒരു പ്രതികരണം വരുന്നത് എന്ന് പറയുന്നത് അത് മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്നാണ്. പൗരത്വ ഭേദഗതി നിയമവും പൗരത്വ രജിസ്റ്ററും ബംഗാളിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളതാണ് ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻപ് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് ആഗ്രഹിക്കുന്നു എന്നും ഇതിൽ വ്യക്തമാക്കുന്നു. ഏതാണെങ്കിലും കൂടുതൽ പ്രതിപക്ഷ പാർട്ടികൾ ഇതിൽ നിലപാട് അറിയിക്കും എന്ന ഉറപ്പാണ്. പ്രത്യേകിച്ച് ഇത് ഇപ്പോൾ അല്പം മുമ്പാണ് ഈ വിജ്ഞാപനം വന്നത്. പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ വലിയ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകാൻ പോകുന്നതേ ഉള്ളൂ. വിജ്ഞാപനം ഉൾപ്പെടെ കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് സംബന്ധിച്ച്. എന്താണെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ ഈ നിർണായക നീക്കം സ്വാഭാവികമായും അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്ന വിമർശനം കോൺഗ്രസിന്റെ ഉൾപ്പെടെ ഭാഗത്ത് ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രതിപക്ഷ പാർട്ടികൾ വലിയ വിമർശനം ഈ വിഷയത്തിൽ ഉന്നയിക്കും എന്നും വ്യക്തമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നേരത്തെ തന്നെ BJPയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു CAA നടപ്പാക്കും എന്നുള്ളത്. അസാമിൽ CAA നടപ്പാക്കിയപ്പോൾ അവിടെ വലിയ തിരിച്ചടികൾ ഉണ്ടായി എന്ന് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് മുൻ രാഷ്ട്രപതിക്ക് ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഉൾപ്പെടെ പൗരത്വം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ സങ്കീർണമായ സാഹചര്യങ്ങളിൽ ഈ കാര്യങ്ങൾ പോയിരുന്നു. എന്താണെങ്കിലും പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുമ്പോൾ അത് നിലവിലെ മുസ്ലിം വിഭാഗത്തിന് എതിരല്ല എന്നടക്കമുള്ള നിരീക്ഷണങ്ങൾ നേരത്തെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ളവരുടെ ഭാഗത്ത് ഉണ്ടായിരുന്നു. എന്താണെങ്കിലും ആശങ്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അത് പരിഹരിക്കാൻ എന്ത് നീക്കമായിരിക്കും ഇനി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ
ഇത്തരത്തിൽ ഈ നിയമം ഇതിന്റെ വിജ്ഞാപനം ചട്ടങ്ങൾ ഉൾപ്പെടെ ഇന്നിപ്പോൾ വിജ്ഞാപനം ചെയ്തിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ബാക്കി നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നതായി ഏതായാലും പ്രഖ്യാപനം നടപ്പാക്കുന്നു. BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതെങ്ങനെയായിരിക്കും പ്രതിഫലിക്കുക? പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെ ചേർത്ത് നിർത്തുന്നതിനുള്ള നടപടികളിലേക്ക്, അല്ലെങ്കിൽ അത്തരം നീക്കങ്ങളാണല്ലോ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ എങ്ങനെയായിരിക്കും ഇത് തെരഞ്ഞെടുപ്പിൽ BJPക്ക് അനുകൂലമാവുക? വിനീത, BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നേരത്തെ മുതലുള്ള തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നാണ് CAA. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഹിന്ദി ഹൃദയഭൂമിയിൽ ഉൾപ്പെടെ ഈ വിഷയം വലിയ രീതിയിൽ തന്നെ പ്രചാരണമാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്തരത്തിലുള്ള നീക്കങ്ങൾ അത് BJPക്ക് ഗുണം ചെയ്യും എന്ന വിലയിരുത്തലാണ് അവർക്ക് ഉള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ നിർണായക ഘട്ടത്തിൽ ഇത്തരത്തിൽ ഒരു നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നത് എന്നും പ്രധാനപ്പെട്ടതാണ്. എന്താണെങ്കിലും CAA-യുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം ഈ വിഷയത്തിൽ ഉൾപ്പെടെ നിരവധി കേസുകൾ കേരളത്തിൽ നിന്നുള്ള ആളുകൾ ഉൾപ്പെടെ കൊടുത്ത ഹർജികൾ ഉൾപ്പെടെ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇപ്പോഴും ഉണ്ട്. മുസ്ലിം ലീഗും അതോടൊപ്പം രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ, അതോടൊപ്പം രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിരവധി സംഘടനകൾ ഉൾപ്പെടെ കൊടുത്ത ഹർജികളൊക്കെ ഇപ്പോഴും സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഉണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു നിയമത്തിലെ ചട്ടങ്ങൾ ഉൾപ്പെടെ രൂപീകരിച്ചുള്ള തീരുമാനത്തിലേക്ക് എന്താണെങ്കിലും കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുന്നത്. ഇതിൽ തീർച്ചയായും അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറെ ഗുണം ചെയ്യുമെന്ന വിലയിരുത്തൽ BJPക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ നിർണായക ഘട്ടത്തിൽ ഇത്തരത്തിൽ ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായത് എന്നും നമുക്ക് വ്യക്തമാണ്. എന്താണെങ്കിലും വിജ്ഞാപനം വന്നിരിക്കുന്നു. ഇനിയിപ്പോൾ ബാക്കി നടപടിക്രമങ്ങളായിരിക്കും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവുക. നോബൽ, നേരത്തെ തന്നെ പോർട്ടലിന്റെ ഈ പൗരത്വം രജിസ്റ്റർ ചെയ്യാനുള്ള പോർട്ടലിലൊക്കെ ട്രയൽ റൺ നടത്തുന്നതായി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പോർട്ടൽ സജ്ജമായിട്ടുണ്ടെന്നും മതപരമായ പീഡനം മൂലം അത്തരത്തിൽ പലായനം ചെയ്യുന്നവർക്ക് ഏറെ സഹായകരമാകും ഇത് ഈ പൗരത്വ നിയമ ഭേദഗതി എന്നായിരുന്നല്ലോ കേന്ദ്ര സർക്കാരിന്റെ വാദം. അതിൽ എത്രത്തോളം കഴമ്പുണ്ട്? ഈ വിമർശകരെ എങ്ങനെയായിരിക്കും BJP ഇതിൽ ഇനി നേരിടാൻ പോകുന്നത്? നോബൽ, ഇത്തരത്തിലുള്ള വിമർശനങ്ങളെ, പ്രത്യേകിച്ച് പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കുമ്പോൾ കേന്ദ്ര സർക്കാർ അതിനെ അനുകൂലിച്ചുകൊണ്ട് പല വാദങ്ങളും നിരത്തിയിരുന്നു. ഏത് രീതിയിലായിരിക്കും വിമർശനങ്ങളെ ഇനി നേരിടാൻ പോകുന്നത്? നോബൽ, കേൾക്കാമെങ്കിൽ. വിനീത, ഇത് പ്രധാനമായും ന്യൂനപക്ഷ വിരുദ്ധമല്ല എന്ന നിലപാടായിരിക്കും കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഉയർത്താൻ പോകുന്നത്. പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാൻ, അതോടൊപ്പം പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളിലെ ന്യൂനപക്ഷങ്ങൾ, അത് ഹിന്ദു, സിഖ്, പാഴ്സി, ജൈന അടക്കമുള്ള 6 ന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വം നൽകുക മാത്രമാണ് ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത് എന്നൊരു വാദമായിരിക്കും കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഉയർത്താൻ പോകുന്നത്. നേരത്തെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ളവർ അത്തരത്തിലുള്ള പ്രസ്താവനകളും അതോടൊപ്പം തന്നെ പരാമർശങ്ങളുമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പ്രതിപക്ഷം ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്ന തരത്തിലുള്ള നിരീക്ഷണങ്ങളും അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട പ്രചാരണവുമായിരിക്കും ഇനിയിപ്പോൾ BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പോകുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. പ്രത്യേകിച്ച് അതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ അവർ അത്തരത്തിൽ നിലപാട് സ്വീകരിച്ചതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രചാരണം നടത്തിക്കൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാനായിരിക്കും തീരുമാനം. ഒപ്പം രാമക്ഷേത്രത്തിനൊപ്പം തന്നെ CAA കൂടി വലിയ രീതിയിൽ തന്നെ പ്രചാരണമാക്കിക്കൊണ്ടായിരിക്കും ഇനിയിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് BJP കടക്കുക. നേരത്തെ ഏകീകൃത സിവിൽ കോഡ് ഉത്തരാഖണ്ഡ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ബില്ലാവുകയും പിന്നീട് നിയമമാവുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ CAA കൂടി വരുന്നതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അതുകൂടി ഉയർത്തിക്കൊണ്ട് വലിയ പ്രചാരണം നടത്തും എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയുന്നത്. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം തന്നെയാണ് ഇതിന് പിന്നിൽ എന്ന വിമർശനം ഉയരും എന്ന യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇത്തരത്തിൽ നിർണായക സമയത്ത് ഇത്തരത്തിൽ ഒരു നിയമത്തിന്റെ ചട്ടങ്ങൾ ഉൾപ്പെടെ കൊണ്ടുവരുന്നു. അതുമായി ബന്ധപ്പെട്ട നടപടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇത് വലിയ രീതിയിൽ തന്നെ ആ ഒരു വിഷയം ഉയർത്തിക്കൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അതിനു വേണ്ട രീതിയിലേക്ക് തന്നെ ഇതിനെ രൂപകൽപ്പന ചെയ്തുകൊണ്ട് പ്രചാരണം നടത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ മുസ്ലിം വിഭാഗങ്ങളെ അത്തരത്തിലുള്ളവർക്ക്, മുസ്ലിം വിഭാഗങ്ങൾക്ക് അവരുടെ പൗരത്വം നഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കില്ല ഇതെന്നായിരിക്കും കേന്ദ്ര സർക്കാർ ഇതിൽ ഇനിയിപ്പോൾ പറയാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് പ്രതിപക്ഷം എന്ന വിമർശനം, അത്തരത്തിലുള്ള നിരീക്ഷണം കൂടുതലായി BJPയുടെ ഭാഗത്തുനിന്നും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. റൈറ്റ്. പൗരത്വ നിയമ ഭേദഗതി ചട്ടങ്ങളുടെ വിജ്ഞാപനം ഇറക്കിയിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ വിജ്ഞാപനം ഇറക്കുമെന്ന് അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നു. അത്തരത്തിൽ ആ വാഗ്ദാനം, പ്രഖ്യാപനം നടപ്പാക്കുകയാണ് കേന്ദ്ര സർക്കാരും BJPയും. 2014 ഡിസംബർ 31 മുൻപ് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലെത്തിയ ഹിന്ദു, സിഖ്, ജൈന, ക്രിസ്ത്യൻ, ബുദ്ധ, പാഴ്സി മതവിഭാഗങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്നതാണ് പൗരത്വ നിയമ ഭേദഗതി. 2019 ഡിസംബറിലാണ് കേന്ദ്ര സർക്കാർ പൗരത്വ നിയമ ഭേദഗതി ബിൽ അവതരിപ്പിച്ചത്. 2020 ജനുവരി 10 മുതൽ പൗരത്വ നിയമ ഭേദഗതി പ്രാബല്യത്തിൽ വന്നു. ഇപ്പോൾ